എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇപ്പോൾ യുദ്ധമുഖത്താണ്. നമ്മുടെ ധീരജവാന്മാരും യുദ്ധമുഖത്ത് നമ്മുടെ സുരക്ഷിതത്തിനായി ശത്രുപാളയത്തിലും അതിർത്തികളിലും രാത്രിയും പകലും വിശ്രമമില്ലാതെ നമുക്ക് വേണ്ടി പോരാടുകയാണ്. തീർച്ചയായും ഇതൊരു സത്യത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. ഇവിടെ നാം അവർക്കൊപ്പമാണ്. തീർച്ചയായും കോടാനുകോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയിൽ ഈ എല്ലാ ജനങ്ങളും നമ്മുടെ അതിർത്തിയിലും ശത്രുപാളയത്തിലും നമുക്ക് വേണ്ടി പോരാടുന്നവരുടെ ബലത്തിനായി നാം എപ്പോഴും പിന്നിലുണ്ട്. നാം പ്രാർത്ഥിക്കണം. അവർക്ക് എല്ലാവിധ ആശംസകളും നാം നേരുന്നു. അവരുടെ കഴിവുകൾക്ക്, അവരുടെ ബുദ്ധിക്കും, അവരുടെ ആരോഗ്യത്തിനും എല്ലാവിധ പ്രോത്സാഹനങ്ങളും നാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീമ്പിളക്കേണ്ട സമയമല്ല, നമ്മളങ്ങനെയുള്ള വീമ്പിളക്കലുമില്ല. എനിക്കാകെ ഒന്ന് പറയാനുള്ളത്, ചില മാധ്യമങ്ങൾ സങ്കടം തോന്നി. ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലുമൊക്കെ ഒരു പക്വതയുള്ള ഒരു മനുഷ്യനായി എന്ന് മാത്രമേ ഞാൻ കാണാൻ സാധിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ അത്ര വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് എല്ലാം അറിയാം. അദ്ദേഹം നിപുണനാണ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിന് യൂട്യൂബർ എന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റിൻ്റെ വർക്കാണ് അദ്ദേഹം ചെയ്യുന്നത്. പലപ്പോഴും അദ്ദേഹം സംസാരിക്കാറുണ്ട്. ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹിസ് ബിസിനസ്. പക്ഷേ എങ്കിൽ തന്നെയും ഈ ഇടയ്ക്ക് അദ്ദേഹമാണ് ആദ്യമായി പറഞ്ഞ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ പാകിസ്ഥാൻകാരൻ തകർത്തു. ഇത് ടെക്നോളജി എത്ര കണ്ട് വികസിച്ചു, അതിനെ ഐഡൻറ്റിറ്റി ചെയ്യാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെയും ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ത്യക്ക് ഇത്രയും വിമാനങ്ങൾ നഷ്ടപ്പെട്ടതെന്നൊക്കെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് മൊണ്ണ. അതായത് അത് ഇഷ്ടമില്ലാത്ത പലരും പറഞ്ഞാൽ അതൊരു മൊണ്ണയാണ്. അത് ഇറ്റ്സ് ടു ബാഡ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് എനിക്ക് ഈ മനുഷ്യനെക്കുറിച്ച് പറയാനുള്ളത് മൊണ്ണയെന്ന അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ, ഞാൻ അതേ വാക്കുകൾ അദ്ദേഹത്തിനോട് പറയുകയാണ്. സോ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാൻ ഒത്തിരി വിഷമമുണ്ട്. അത് വേണ്ട, അദ്ദേഹത്തിന് അറിയാൻ പറ്റും. സോ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ അറിയുന്നത് നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഇപ്പോൾ എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ അനുവദനീയം അല്ലെന്നാണ് അറിയുന്നത്. എനിക്കറിയില്ല. എനിവേ, നോട്ട് എ പ്രോബ്ലം. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ ആഘോഷത്തിൻ്റെയോ വാർഷികത്തിൻ്റെയോ ആ ഒരു മൈൻഡിലല്ല. സന്തോഷത്തിനായിട്ടുള്ള യാതൊരു സന്തോഷിക്കാനുള്ള ഫെസ്റ്റിവലോ ടൂറ് നടത്താൻ ഇതൊന്നുമല്ല. നമ്മുടെ രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളിങ്ങനെ തെക്കേറ്റത്തായതുകൊണ്ട് നമുക്ക് ഒരു വർഷവുമില്ല. പക്ഷേ അതിർത്തി ഗ്രാമങ്ങളിലും മുൻനിര സ്റ്റേറ്റുകളിലും ഒത്തിരി ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. പലരും മരണപ്പെടുന്നുണ്ട്. നാം അതിനെക്കുറിച്ച് ഓർക്കണം. അവരെക്കുറിച്ച് നമ്മൾ പ്രയാസപ്പെടേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ദയവ് ചെയ്ത് ഈ AC കൂടാരങ്ങളിൽ കാണിക്കുന്ന കോലാഹലങ്ങൾ അതിർത്തി കൊടുക്കുക, ഒരു അവധി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ രാജ്യം പെട്ടിരിക്കുന്ന ഈ ഒരവസ്ഥ
സന്തോഷമായി സമാധാനമായി ജയിച്ചു കയറുകയും നമ്മുടെ നോർമൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്തായിരിക്കണം നമ്മുടെ ഈ മാമാങ്കളും മറ്റുമെല്ലാം നടത്തിക്കാൻ. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളോടും ഒന്ന് പറയുന്നു, ഒന്ന് ശ്രദ്ധിച്ചാലും. പിന്നെ ഇന്ത്യയിൽ നിന്നുകൊണ്ട്, ഇന്ത്യൻ രാജ്യത്ത് നിന്നുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഏറ്റുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുക, ജനം അവരെ കണ്ടെത്തുക. ഇവിടെ മുസ്ലിം സഹോദരങ്ങളെന്ന് വെച്ചാൽ നമുക്കും മുസ്ലിം സഹോദരങ്ങൾക്ക് ആർക്കും ഒരു വ്യത്യാസമില്ല. പക്ഷേ ഇതിൽ ഒരു ചില കീടങ്ങളുണ്ട്. ആ കീടങ്ങളെ സമൂഹം തിരിച്ചറിയുക, അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. അവർ ഒരു രീതിയിലും നമുക്ക് ഒന്നിലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്താതിരിക്കുക. കൂടുതലൊന്നും സംസാരിക്കേണ്ട സമയമില്ല. എപ്പോഴും നമ്മൾ ഈ ന്യൂസ് നോക്കിക്കൊണ്ട് ന്യൂസ് ശ്രദ്ധിക്കുകയാണ്, എവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത്. ജനം ഭീതിപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ മറ്റൊരു രീതിയിൽ ഭീതിപ്പെടേണ്ടതാണ്. നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് ഒത്തിരി ഇൻസുലേഷൻസ് ഉള്ളതാണ്. കേരളത്തിൽ റിഫൈനറീസ് ഉണ്ട്, ഷിപ്പ് യാർഡുകളുണ്ട്, ISRO കേന്ദ്രങ്ങളുണ്ട്, പല സ്ഥാപനങ്ങളും ഉള്ളൊരു ഭാഗമാണ്. എപ്പോഴും ശത്രുക്കളുടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ശത്രുക്കൾക്ക് വരുത്തി വയ്ക്കാൻ സാധിക്കുമെന്ന് പറയില്ല, പക്ഷേ നമ്മളത് വീക്ഷിക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ നീണ്ടുകിടക്കുന്ന ഒരു തീരദേശങ്ങളുണ്ട്, അവിടെ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ മത്സ്യബന്ധനത്തിന് പോണവരും എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ അല്ലാത്ത എന്തെങ്കിലും ലോഞ്ചോ കുഞ്ഞു കപ്പലുകളോ ബോട്ടുകളോ എന്തും സംശാതമായി കണ്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കാനും ശ്രമിക്കുക. തൽക്കാലം നമുക്കെല്ലാ സന്തോഷങ്ങളും എല്ലാ ആഡംബരവും തൽക്കാലം ഒന്ന് വിട പറയാം. നമ്മളുടെ ഈ യുദ്ധ സാഹചര്യം സമാധാനമായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും അത് പുനരാരംഭിക്കാം. ഒപ്പം നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ പ്രധാനമന്ത്രിക്കും ഡിഫൻസ് മിനിസ്റ്റർക്കും യുദ്ധമുഖത്തിൽ മുന്നിൽ നിന്ന് വേണ്ട പ്രചോദനം കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിനോടൊപ്പം നമ്മുടെ പട്ടാളക്കാരോടൊപ്പം നമുക്കും അണിചേരാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. ജയ് ഹിന്ദ്. താങ്ക് യു.